എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന പുട്ട് കൊണ്ടൊരു ഉപ്പുമാവാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പുട്ട് ഞാൻ ഒരു കുറ്റി അവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരി ആവശ്യത്തിനിടാം, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ ഒന്ന് ചെറുതായി, സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോയും ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി നോക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർക്കാമെന്നുള്ളതേ ഉള്ളൂ. നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കും. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് ഒരു പകുതി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കും. അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് ഒരു ഉപ്പിടണുള്ളൂ. പുട്ടിന് ഉപ്പുള്ളത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ വേണ്ടി വരും. അത് അല്ല, വലിയവർക്ക് അത് വേണമെങ്കിൽ ഇട്ടാൽ മാത്രം മതി. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പുട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. പുട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ഇന്നത്തെ പുട്ട് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം സ്റ്റവ് ഓഫാക്കാം നമുക്ക്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇന്നത്തെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പുട്ട് കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ പുട്ട് രാവിലത്തേത് ബാക്കി വന്നാൽ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ പുട്ട് അവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.